നിങ്ങൾ ഫോൺ മേടിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം പോക്കറ്റ് കീറാൻ പോണ്. അതേപോലെ തന്നെ പ്രൈവസീന്റെ കാര്യത്തിൽ അടുത്ത് തന്നെ തീരുമാനമാവാൻ പോകുന്നതാണ്. അത് അടുത്ത് തന്നെ നമ്മളോട് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ അടിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഇഷ്ടംപോലെ കിടിലൻ ടെക് ന്യൂസുകളുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ന്യൂസ് തന്നെ ഫോണിന്റെ ഈ വില കൂടുന്നതിന്റെ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ടെക്കൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മിക്കവാറും ഓൾറെഡി അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും. റാമിന്റെ ഭയങ്കരമായ ഡിമാൻഡ് അല്ലെങ്കിൽ ഭയങ്കരമായ ഷോർട്ടേജ് എന്ന് പറയുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനികളൊക്കെ റാം എത്ര രൂപയ്ക്ക് വേണമെങ്കിലും മേടിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അവർ എല്ലാം മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ റാം ഉണ്ടാക്കുന്ന കമ്പനികൾ അവർ സേവനത്തിനല്ലല്ലോ ഈ റാം ഉണ്ടാക്കുന്നത്, അവർ പൈസ ഉണ്ടാക്കാനല്ല. അപ്പം ഏറ്റവും കൂടുതൽ മേടിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ വൻ വിലയ്ക്ക് കമ്പനികൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനികൾക്ക് കൊടുക്കാൻ അവർ തയ്യാറാവില്ല. എന്തിനു പറയുന്നു, നമ്മളെ സാംസങ് റാം ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് സാംസങ്ങിന്റെ ഫോണിൽ വെക്കാൻ റാം വെച്ചപ്പോൾ തരാൻ സൗകര്യമില്ല, പോയി പണി വെക്കട എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവസ്ഥ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ റാമിന് വൻതോതിൽ വില കൊടുക്കേണ്ട അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഫോണിന്റെയും ലാപ്പിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ വില കൂടാൻ പോവാണ്. ഇതിന്റെ കൂടെ തന്നെ GPUവിന്റെ വില കൂടാൻ പോവാണ്. അന്ന് എല്ലാവരും കൂട്ടി, അന്ന് ഞങ്ങളും കൂട്ടിയിരിക്കുന്ന ഇന്റലും AMDയും TSMCയും അവരും പൈസ കൂട്ടി. അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരവസ്ഥ ഇന്ത്യ ആയിട്ടുണ്ട്. അപ്പം ഇനി മുതൽ നമ്മളിപ്പം 15,000 രൂപയ്ക്ക് കിട്ടുന്ന ഫോണൊക്കെ ഒരു 25,000 രൂപ, 25,000 കിട്ടുന്നത് 35,000 രൂപ, ഒരു 35,000 കിട്ടുന്നത് 50,000 രൂപ, 50 കിട്ടുന്നത് ഒരു 75,000 രൂപ, 75,000 കിട്ടുന്നത് 1,10,000 ആ റേഞ്ച്, 1,00,000 കിട്ടുന്നത് 1,50,000, 1,00,000 കിട്ടുന്നത് 2,00,000, അങ്ങനെ വൻതോതിൽ വില കൂടാൻ പോവാണ്. ഇത് മൊബൈൽ ഫോണിന്റെ കാര്യം മാത്രമല്ല, ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാത്തിലും കൂടാൻ പോവാണ്. പിന്നെ ഇത് എപ്പോൾ തീരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയാം. മിക്കവാറും AI-ന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു കുതിപ്പ്, അതൊന്ന് നിൽക്കണം. അതെന്തായാലും അടുത്തൊന്നും നിൽക്കാൻ പോകുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വട്ടത്തിലും നീളത്തിലൊക്കെ മൂഞ്ചിരിക്കുക. പിന്നെ സാംസങ്ങിന്റെ S26 ആയിട്ടുള്ള കുറച്ച് റൂമേഴ്സിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഒരു തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് അവരുടെ ടെലിഫോട്ടോ പുതിയ സാധനങ്ങൾ വന്നു, പുതിയ ക്യാമറേന്റെ സെൻസർ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു അതൊക്കെ അവർ ഇതിൽ കൊണ്ടുവരും, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അവരെ അടിപൊളി ആക്കുമെന്നാണ്, വിവോനെയൊക്കെ തോപ്പിക്കുമെന്നാണ്. പക്ഷേ ഒരു ഗുണമില്ല, കഴിഞ്ഞ കൊടുത്ത അതേ സാധനമാണെന്നാണ് കേൾക്കുന്നത്. ആകെ ഒരു ചേഞ്ച് മെയിനായിട്ട് നോട്ടീസ് ചെയ്തത് എന്ന് പറയുന്നത് ചാർജിങ് സ്പീഡ് കൂടാൻ പോവാണ്. 60 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് വരാൻ പോവാണ്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞിട്ട് അവർ പ്രൊസസ്സർ മാറുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 Gen 5ന്റെ പ്രൊസസ്സർ ആയിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ചില റൂമേഴ്സ് വരുന്നുണ്ട് എക്സിനോസിന്റെ പ്രൊസസ്സർ ആവാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ചില ഇടത്തൊക്കെ പറയുന്നത് കേട്ടു ഈ സ്നാപ്ഡ്രാഗണിന്റെ പ്രൊസസ്സറിനെക്കാട്ടും കിടിലൻ പ്രൊസസ്സറാണ് എക്സിനോസ്, അതുകൊണ്ട് എക്സിനോസ് വരുമെന്ന്. എന്താണ് അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്നറിയില്ല. അതേപോലെ തന്നെ അവർ ലോഞ്ചും അവർ ഡിലേ ചെയ്തിട്ടുണ്ട്. ജനുവരിയാണ് സാധാരണ ഈ സാധനം ലോഞ്ച് ചെയ്യാറ്, പക്ഷേ ഇതാണ് അത് മാർച്ചിലേക്ക് ആയിട്ടുണ്ട്. അതിന് കാരണമായിട്ട് കുറേ പേര് പറയുന്നത് അവർ പുതിയ ട്രൈഫോൾഡ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവും, ഷാസണനൊക്കെ വീഡിയോ ഇട്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. പിന്നെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒരു ചേഞ്ച് ഇല്ലാത്ത ഫോൺ എന്ത് കാണാൻ, ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ മിക്കവാറും ഇൻസ്റ്റാഗ്രാമിന്റെ സാധനം പബ്ലിക് സ്ഥലത്ത് തോണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. തോണ്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അയ്യോ ഇവനെന്ത് വൃത്തികെട്ടവനാടാ എന്ന് തോന്നിക്കും. ആ ലെവലിലാണ് നമ്മളെയൊക്കെ മിക്കവാറും ഫീഡ് ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റീൽസിൻ്റെ ഓപ്ഷൻ എടുത്ത് അതിൻ്റെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ആക്കി ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി കുറേ എണ്ണം കിട്ടിയില്ല. അതിൽ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്നത് ചിലപ്പം ഉപകാരപ്പെടും. അതുപോലെ നമ്മൾ റിയൽമിയുടെ 16 പ്രോയും Pro Plusഉം ജനുവരി 6-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോവാണ്. സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 സീരീസിൽ വരുന്ന പ്രൊസസ്സർ ആയിരിക്കും. അതുപോലെ തന്നെ 6500-ന്റെ ബാറ്ററിയും കർവ്ഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഈ സാധനത്തിന് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ വില മറ്റേ റാം കാരണം വില കൂടുന്നതായിരിക്കും, 30,000 രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നാണ് മിക്കവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ റെഡ്മിയുടെ Note 15ഉം അന്ന് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗന്റെ 6 Gen 3-ൽ വരുന്ന ഒരു പ്രൊസസ്സറും 5520 mAh ബാറ്ററി, പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഇതും ഒരു 20,000-ന് മുകളിലായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നത്തിങ് 4യും 4a പ്രോയിന്റെയും ചില റൂമേഴ്സുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊസസ്സർ ബേസ് ചെയ്തിട്ടാണ് സ്നാപ്ഡ്രാഗന്റെ 7S സീരീസിൽ വരുന്ന പ്രൊസസ്സർ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ കുറെ വെറൈറ്റി കളേഴ്സ് ഈ സാധനത്തിൽ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ പ്രൈസിന്റെ കാര്യത്തിൽ റൂമേഴ്സ് വന്നിട്ടുണ്ട്, ഓണത്തെക്കാട്ടും വില കൂടിയിട്ട്. അതേപോലെ തന്നെ ഗൂഗിളിലെ പുതിയൊരു AI ബേസ് ചെയ്തിട്ടുള്ള ബ്രൗസർ വന്നിരിക്കുന്നതാണ്. പേര് എന്ന് പറഞ്ഞാൽ ഡിസ്കോ ആണ്, ഡിസ്കോ. അപ്പം അതെന്ന് പറയുന്നത് മറ്റേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും മറ്റ്ലസും അങ്ങനെയുള്ള AI ബേസ് ചെയ്തിട്ടുള്ള ബ്രൗസേഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് കോമ്പറ്റീറ്റുള്ള സാധനം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ക്രോമിന്റെ കാര്യത്തിൽ ഒരു വിധം തീരുമാനമായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, ഗൂഗിളും ഈ കോമ്പറ്റീഷനിൽ എത്തി. ഗുഡ്, വളരെ നല്ലത്. അതേപോലെ തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് തുടങ്ങിയ ഒരു സാധനമൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ ChatGPT മതി, അതിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. ഫോട്ടോഷോപ്പിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന പോലെ അഡോബി ആയിട്ടുള്ള എന്തോ സംഭവം കൊളാബറേഷൻ ആണ്. അത് വെച്ച് നിങ്ങൾക്ക് ലൈറ്റും തുടങ്ങി എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഫോട്ടോ എഡിറ്റിംഗ് അല്ല സ്കിൽ എന്ന് പറയുന്നത്, ഇനി പ്രോംപ്റ്റിംഗ് ആണ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സ്വന്തം ചിപ്പ് സെറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. Dhruv 64 എന്നാണ് അതിന്റെ പേര് എന്ന് പറയുന്നത്. ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് മെയ്ഡ് ഇൻ ചിപ്പ് സെറ്റ് ആണ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ സ്നാപ്ഡ്രാഗൺ അങ്ങനത്തെ ചിപ്പ് സെറ്റിന്റെ ഒന്നും ആയിരിക്കത്തില്ല, എങ്കിൽ പോലും ഒരു ലെവലിലും ഇല്ലാത്ത ഇന്ത്യ ഇത്രയെങ്കിലും എത്തിയല്ലോ എന്ന കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട്. ഒരു 10-20 വർഷത്തിനുള്ളിൽ ഇവരെയൊക്കെ കോമ്പറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ചിപ്പ് സെറ്റ് മിക്കവാറും മിലിറ്ററി യൂസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വേറൊരു കാര്യം എന്ന്
പറയുന്നത് ഇന്ത്യ AI-ന്റെ റേസിൽ 3-ാം സ്ഥാനത്താണ് ഗൈസ്. 1-ാം സ്ഥാനത്ത് നിങ്ങൾ ഊഹിച്ച ആൾ തന്നെയായിരിക്കും USA, 2-ാം സ്ഥാനത്ത് ചൈന, 3-ാമത് ഇന്ത്യയാണ്. ഞാൻ സത്യം പറഞ്ഞ ഇത് കേട്ടിട്ട് ഞാൻ പോലും വിശ്വസിച്ചില്ല. കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പം കുറേ ആയിട്ട് കളിയാക്കുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യത്തിനും AI ഉണ്ട്. നമുക്കെന്തുണ്ട് ആസ്ട്രോട്രോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കളിയാക്കുന്നത്. അങ്ങനെ ഒരു രാജ്യം ഇത്രയൊക്കെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും വളരെ നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ നിലയിൽ എത്തിയാൽ പോരാ, അമേരിക്കയിലൊക്കെ പിടിക്കണം. അങ്ങനെ നിന്നാൽ പോരാ. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയെ ബേസ് ചെയ്തുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ പ്രൈവസീൻ്റെ ഇഷ്യൂസ് ആണ്. 2 ന്യൂസസ് ഉണ്ട് ഇത് ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വോട്ട് ചോരി ഓർമ്മയുണ്ട് രാഹുൽ ഗാന്ധിൻ്റെ. ആ സമയത്ത് ആക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടന്നിരുന്നു. ആ സമയത്ത് നമ്മളെ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ബേസ് ചെയ്തിട്ടുള്ള ബില്ലാണ്. ആ ബില്ലിലൂടെ വരാൻ വന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ടാക്സിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങളെ ഇമെയിൽസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കാൻ സാധിക്കും. അപ്പോൾ ആ സാധനം അന്ന് പാസ്സായിരുന്നു. ചില ന്യൂസ് ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ ഈ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരി പരിപാടിയൊക്കെ കളിച്ച് ടാക്സിൻ്റെ കാര്യത്തിൽ ഇൻകം ടാക്സ് വന്ന് പൊക്കി നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കി അപ്പോൾ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ കൂടെ വേറൊരു ട്രോഫിയും കൂടി അടിച്ച് അന്നായിട്ട് മേടിച്ച് തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സഞ്ചാര സാധ്യത ഓർമ്മയില്ലേ, മറ്റേ പ്രതിപക്ഷമൊക്കെ വല്ലാതെ ഇഷ്യൂ ആക്കി വേണ്ട വെച്ച സാധനം, അതിൻ്റെ വേറൊരു സാധനം കൂടി വരുന്നുണ്ട്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് ലൊക്കേഷൻ ഓഫ് ആക്കാൻ പറ്റും. ആ വിധത്തിലുള്ള ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മൾ എവിടെയൊക്കെ പോകുന്നു അതൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇത് അവർ ഉപയോഗിക്കുന്നത് മറ്റേ ക്രൈം ഡിറ്റക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അതിലൂടെ ആരെങ്കിലുമൊക്കെ കാണാതായിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ക്രിമിനൽസിൻ്റെ എവിടെയൊക്കെ പോയി എന്നുള്ള ട്രാക്ക് റെക്കോർഡ് ട്രാക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അതല്ലാതെ വേറെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കെല്ലാം ഐഡിയ ഇല്ല. പക്ഷേ അങ്ങനത്തെ സാധനം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.